ഇന്ന് നമുക്ക് പൊടികളൊന്നും ഇല്ലാതെ വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റിയ നല്ലൊരു രസത്തിൻ്റെ റെസിപ്പി കണ്ടു നോക്കാവേ. ഈ രസം നമ്മൾ ചോറിൽ ഒഴിച്ച് കഴിക്കാനും അതുപോലെ തന്നെ കുടിക്കാനും നല്ല ടേസ്റ്റാട്ടോ. ഒരു തക്കാളിയും ഒരു പച്ചമുളകും ഉണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഈ രസം തയ്യാറാക്കി എടുക്കാവുന്നതാണ്. ഞാനിവിടെ നല്ല പോലെ പഴുത്ത ഒരു തക്കാളി എടുത്തിട്ടുണ്ട്, ഒരു പച്ചമുളകും എടുത്തിട്ടുണ്ട്. ഒരു തക്കാളിക്ക് ഒരു പച്ചമുളക് മതിയാകും. ഇനി ഈ തക്കാളീനെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ടുണ്ട്, പച്ചമുളക് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ രസം തയ്യാറാക്കുന്ന പാത്രത്തിലേക്ക് തക്കാളിയും പച്ചമുളകും ഇട്ട് കൊടുത്തു. ഇതിലേക്ക് ഒരു 10-12 കുരുമുളക് ചതച്ചത്, പിന്നെ നമുക്ക് ആവശ്യത്തിനനുസരിച്ച് പുളി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് ഉപ്പാണ്. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഇനി കുറച്ച് ശർക്കര കൂടെ ചേർത്ത് കൊടുക്കണം. ശർക്കര അധികം വേണ്ട, കുറച്ച് ആ ഒരു ടേസ്റ്റ് ഒന്ന് ബാലൻസ് ആകാനായിട്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കുന്ന കുറച്ചധികം ഫ്രഷ് ആയിട്ടുള്ള മല്ലിയില ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കണം. എന്നിട്ട് ഇതിലേക്കൊരു 3 ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുക്കാം. വെള്ളം കൂടെ ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. മിക്സ് ചെയ്തിട്ട് നമുക്കിത് അടുപ്പിൽ വെച്ച് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. ഇത്രയും നമ്മളിപ്പോൾ 3 ഗ്ലാസ് വെള്ളമുള്ളത് ഒരു 2.25 ഗ്ലാസ് വെള്ളം ആവുന്നിടം വരെ തിളയ്ക്കാൻ വെക്കാൻ നേരത്തെ ഇതുപോലെ പകുതി മൂടി വേണം വെക്കാനായിട്ട്, അല്ലെങ്കിൽ അത് തിളച്ച് ചാടിപ്പോകും. തിളച്ച് ചാടിപ്പോകാതെ ശ്രദ്ധിക്കണം. ഇപ്പം രസമൊക്കെ നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇത് ഞാൻ വാങ്ങി മാറ്റി വെച്ചു. ഇനി നമുക്കൊരു നല്ലൊരു വറവ് കൊടുക്കണം. ആ വറവിലാണ് നമ്മുടെ ടേസ്റ്റ് ഇരിക്കുന്നത്. എണ്ണ നന്നായിട്ട് ചൂടായി കഴിയുമ്പം എണ്ണയിലേക്ക് കടുകിട്ട് കൊടുത്തു. പിന്നെ ഒരു 5-6 വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുത്തു. നല്ല ഫ്രഷ് ആയിട്ടുള്ള കരിവേപ്പില ചേർത്ത് കൊടുത്തു. ഇനി ഇതിലേക്ക് നല്ല എരിവുള്ള വറ്റൽ മുളക് ഇതുപോലെ ചേർത്ത് കൊടുക്കണം. പിന്നെ കുറച്ച് അധികം നമ്മുടെ കായത്തിൻ്റെ പൊടിയുണ്ടല്ലോ, അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് എണ്ണയിലൊന്ന് മിക്സ് ചെയ്തിട്ട് ഈ ചൂടോടുകൂടെ ഉള്ള രസത്തിലേക്ക് നമ്മുടെ ഈ വറവ് ചേർത്ത് കൊടുക്കണം. ഇനി ചൂടോടെയുള്ള രസത്തിലേക്ക് നമ്മുടെ വറവ് ചേർത്ത് കൊടുക്കാം. വറവ് ചേർത്ത് കൊടുത്തു കഴിഞ്ഞിട്ട് മൂടി ഒരു 5-10 മിനിറ്റ് വെക്കണം. ആ മൂടി ഇരുന്ന് ആ വെളുത്തുള്ളിയും നമ്മുടെ കരിവേപ്പിലയും വറവിൻ്റെയൊക്കെ ടേസ്റ്റ് നമ്മുടെ രസത്തിലേക്ക് പിടിക്കണം. അപ്പോൾ മൂടി ഒരു 10 മിനിറ്റ് വെക്കുക. 10 മിനിറ്റ് കഴിയുമ്പോഴത്തേനും തുറന്നു കഴിഞ്ഞാൽ അടിപൊളി സൂപ്പർ ടേസ്റ്റായിട്ടുള്ള നമ്മുടെ രസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒരു പൊടികളൊന്നും വേണ്ട. ഇതിനിവിടെ കർണാടകയിൽ ತಿಳಿಸಾರು എന്ന് പറയണേ. സാധാരണ നമ്മുടെ ഈ വൈറ്റ് റൈസ് ഉണ്ടല്ലോ, വൈറ്റ് റൈസിൻ്റെ കൂടെ ഒഴിച്ച് കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റാണ്. ഇങ്ങനെ വെറുതെ ഇങ്ങനെ രസം കുടിക്കാനും നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഒരു പ്രാവശ്യമെങ്കിലും ഇതുപോലെ ഒന്ന് ತಿಳಿಸಾರು തയ്യാറാക്കി നോക്കണേ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ഒരു തക്കാളിയും ഒരു പച്ചമുളകും ഉണ്ടെങ്കിൽ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന